ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധനായ പരമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ നമ്മളെല്ലാവരും ഈ ദിവസം ഇവിടെ ഒരുമിച്ച് കൂടുന്നു. നമ്മളുടെ ആരാധനാ പാരമ്പര്യത്തിൽ നമ്മളേതെങ്കിലും ഒരു വിശുദ്ധൻ്റെയോ ശുദ്ധിമതിയുടെയോ മധ്യസ്ഥതയിൽ അഭയപ്പെടുകയും പെരുന്നാളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നതുവഴി അവർ നമ്മൾക്ക് നൽകുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അനുഭവിക്കുക മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ അവരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു എന്നൊരു ബോധ്യം സൂക്ഷിക്കേണ്ടതുണ്ട്. അവരും നമ്മളെപ്പോലെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അവരും നമ്മളെപ്പോലെ ഓരോരോ ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നുപോയവരാണ്. അവരും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നവരാണ്. നമ്മൾക്കും അതിനല്പം പോലും വ്യത്യാസമില്ലല്ലോ. നമ്മളും പലയിടങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് പ്രത്യേകിച്ച് ഇന്ന് പരുമല പള്ളിയിൽ വന്നിരിക്കുകയാണ്. പക്ഷേ നമ്മളും അവരും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസങ്ങളിൽ ഒന്ന് ഞാൻ ഈ അവസാനം പറഞ്ഞത് മാത്രമാണ്. അവരും പള്ളിയിൽ പോയി, നമ്മളും പള്ളിയിൽ പോയി. അവരുടെയും ജീവിതാനുഭവങ്ങൾ ചില സമയങ്ങളിൽ കടുപ്പമുള്ളതായിരുന്നു. നമ്മളുടേത് മിക്കപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ സമയങ്ങളിൽ അവർ എന്ത് ചെയ്തു? വേദപുസ്തകത്തിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത വേദപുസ്തകത്തിൽ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളിൽ രണ്ടുപേർ, ഒന്ന് യൂദായാണ്. ലോകത്തുള്ള ക്രിസ്ത്യാനികൾക്ക് ആർക്കും യൂദായെ ഇഷ്ടമില്ല. കാരണം യൂദ ഞങ്ങളുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു. മറ്റൊരു വ്യക്തി പത്രോസാണ്. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. കുറച്ചുകൂടി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ അഭിപ്രായത്തിൽ യൂദായ്ക്ക് ഒരു ചിന്തയുണ്ടായിരുന്നത്രേ, കർത്താവ് രക്ഷപ്പെടും, അവനതിനുള്ള കഴിവും ശക്തിയുമുണ്ട്. അതുകൊണ്ട് 30 രൂപയ്ക്ക് അവനെ ഒറ്റിക്കൊടുത്താലും തക്ക സമയത്ത് അവൻ അവിടെ നിന്ന് മാഞ്ഞു പൊക്കോളും എന്നൊരു ചിന്ത യൂദായ്ക്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിക്കുന്നവർ യൂദായുടെ ഒറ്റിക്കൊടുക്കലിനെ അല്പം ഡൈല്യൂട്ട് ചെയ്താണ് ചിന്തിക്കുന്നത്. എന്നാൽ പത്രോസോ, ഈ ദേവാലയം പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമത്തിലാണ്. യൂദായുടെ നാമത്തിൽ എങ്ങും ഒരു പള്ളിയില്ല. യൂദ എന്ന് ഒരു കുഞ്ഞിനും ഒരപ്പനും ഒരമ്മയും പേരിടുന്നുമില്ല. എന്നാൽ ഇവർ രണ്ടുപേരും ചെയ്ത തെറ്റിൻ്റെ ഗ്രാവിറ്റി നോക്കുമ്പോൾ പത്രോസാണ് അല്പം കൂടി കടുപ്പം കാണിച്ചത്. കർത്താവ് രക്ഷപ്പെട്ടോളും എന്നൊരു ചിന്ത യൂദായ്ക്കുണ്ടായിരുന്നെങ്കിൽ അതിലത്ര വലിയ തെറ്റു പറയാനില്ല. എന്നാൽ പത്രോസിനോ അവൻ്റെ ആ ഒരു വാക്കുകൊണ്ട് കർത്താവ് രക്ഷപ്പെടും എന്ന സാഹചര്യമുണ്ടായിട്ടും എന്തായിരുന്നു പത്രോസ് നേരിട്ടത്? സന്നദ്രീം സംഘത്തിന് മുമ്പാകെ നിൽക്കുന്ന കർത്താവ് ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള അങ്ങേയറ്റത്തെ ആരോപണം കർത്താവിൻ്റെ മേൽ ഉന്നയിക്കപ്പെടുന്നു. കർത്താവ് പക്ഷെ മറുപടിയൊന്നും പറയുന്നില്ല. ആവർത്തിച്ച് അവർ ചോദിച്ചിട്ടും കർത്താവ് ഒരക്ഷരം മിണ്ടാതെ നിന്നു. അപ്പോഴാണ് ആരോ പറയുന്നത്, ഇവനിങ്ങനെ മലയുടെ മുകളിലിരുന്ന് പ്രസംഗിച്ചപ്പോഴൊന്നും പറഞ്ഞതായിട്ട് ആരും കേട്ടിട്ടില്ല, പക്ഷേ ഇവർ 10-12 പേര് ഒരുമിച്ച് നടന്നപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ ആരോടെങ്കിലും ചോദിച്ചാൽ
ഇപ്പം സത്യം അറിയാൻ പറ്റും. അപ്പോഴാണ് ആ വീട്ടിലെ ജോലിക്ക് നിൽക്കുന്ന പെൺകുട്ടി പറയുന്നത്, ഇവൻ്റെ കൂടെയുള്ള ഒരുത്തൻ പുറത്തു നിൽക്കുന്നുണ്ട്. പത്രോസിനെ അകത്തേക്ക് വിളിക്കാൻ പോവുകയാണ്. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ, കാരണം യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് രണ്ടുപേരുടെ സാക്ഷ്യം ഒത്തുവന്നാൽ അത് നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു സന്ദർഭമാണ്, കുറ്റം ആരോപിക്കപ്പെടാനുള്ള ഒരു സന്ദർഭവും കൂടിയാണ്. അപ്പോൾ കർത്താവ് ചെയ്തിട്ടില്ല എന്ന് അവൻ തന്നെ പറയുകയും അവൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്ന് മറ്റൊരാളും കൂടി പറഞ്ഞാൽ കർത്താവ് ഒരുപക്ഷെ രക്ഷപ്പെടുമായിരുന്നേക്കാം. അങ്ങനെ സാക്ഷ്യം പറയേണ്ട പത്രോസ് യാതൊരു മനസ്താപവും ഇല്ലാതെയാണ് പറയുന്നത്, എനിക്കവനെ അറിയാൻ പോലും പാടില്ല, എനിക്കവനെ അറിയത്തുപോലുമില്ല. ഒരാൾ അവൻ രക്ഷപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ കർത്താവിനെ ഒറ്റി കൊടുക്കുമ്പോൾ താൻ ഈ പറയാൻ പോകുന്ന വാക്കുകൊണ്ട് എന്നത്തേക്കുമായി അവൻ്റെ ശവപ്പെട്ടിയിലെ ആണി അടിക്കാൻ പോവുകയാണ് എന്ന ബോധ്യമുണ്ടായിട്ടും പത്രോസ് കർത്താവിനെ തള്ളിപ്പറയാൻ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നീട് വേദപുസ്തക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്രോസിൻ്റെ പേരാണ്. സഭാചരിത്രത്തിലും പത്രോസിൻ്റെ പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബു പോൾ IAS അദ്ദേഹത്തിൻ്റെ വേദശബ്ദരത്നാകരം എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പത്രോസും യൂദായും തമ്മിലുള്ള വ്യത്യാസം, പത്രോസ് കരഞ്ഞുകൊണ്ട് കാൽവറിയിലേക്ക് ഓടി, യൂദ കരഞ്ഞുകൊണ്ട് കഴുമരത്തിലേക്ക് ഓടി. പത്രോസ് കരഞ്ഞുകൊണ്ട് കാൽവറിയിലേക്ക് ഓടി. നമ്മളും ഈ വിശുദ്ധരുമൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഏത് ദുരിതപൂർണമായ കാലഘട്ടത്തിലും അവർ ദൈവത്തിന് മുൻഗണന നൽകി. സ്വന്തം ശക്തിയിൽ അവർ അധികം ആശ്രയിച്ചില്ല. നമ്മളുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ടാകുന്നത് പോലെ എല്ലാ പരിശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് ദൈവസന്നിധിയിലേക്ക് തിരിയുന്നത്. ഒരുപക്ഷെ നമ്മളൊരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും, അവനിപ്പോൾ എന്നോട് ഒരു പരിഹാരം ചോദിക്കുമായിരിക്കും, ഒരു സഹായം എന്നോട് ചോദിക്കുമായിരിക്കും. ദൈവം ആകാംക്ഷയോടെ നമ്മളെ കാത്തിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് രാവിലെയും വൈകുന്നേരത്തും എങ്കിലും രാവിലെ എഴുന്നേറ്റ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് ദൈവമേ എന്നൊന്ന് വിളിച്ചിട്ടായിരിക്കും എൻ്റെ കുഞ്ഞ് ഇപ്പോൾ പോകുന്നത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ തെറ്റു പറയാൻ പറ്റുമോ? കാരണം അവൻ നമ്മുടെ അപ്പനല്ലേ, അവൻ നമ്മുടെ രക്ഷിതാവല്ലേ, അവനല്ലേ നമ്മളെ മുൻപിലും പിൻപിലും വശങ്ങളിലും ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ നമ്മളോ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ആ ദിവസം അവസാനിപ്പിച്ച് കിടക്കാൻ പോകുമ്പോഴും ദൈവത്തിനെ വിളിക്കാൻ മറന്നു പോകുന്ന നമ്മളുടെ കുഞ്ഞുങ്ങൾ ജോലി സ്ഥലത്ത് നിന്ന് നമ്മളെ വിളിച്ചിട്ട് 2 ദിവസമായി എന്ന് പരിഭവപ്പെടുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഏതൊരു പ്രവർത്തനത്തിനും അതേ അളവിൽ തിരിച്ചൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അങ്ങനെ മാത്രം കരുതിയാൽ മതിയാവും. ദൈവാശ്രയ ബോധത്തോടെ ജീവിക്കുന്നവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അങ്ങനെയുള്ളവർ ജീവിക്കുന്ന വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാത്തിടത്ത് ഒരു വലിയ മടുപ്പാണ്, ഒരു ശ്വാസം മുട്ടലാണ്. ഈ കേന്ദ്രമന്ത്രി അരുൺ ഷൂരി അദ്ദേഹത്തിൻ്റെ 2 ആത്മജ്ഞാനികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 ആത്മജ്ഞാനികൾ. അതിൽ
ഭാരതത്തിൽ ജീവിച്ചിരുന്ന രണ്ട് മഹർഷിമാരെ കുറിച്ചാണ്. ഒന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ചാണ്, മറ്റൊന്ന് രമണ മഹർഷിയെ കുറിച്ചാണ്. അതിൽ രമണ മഹർഷി പറയുന്ന ഒരു വാചകം, ചില മനുഷ്യര് പഴുത്ത മാങ്ങ പോലാണ്. എന്തൊരു ഭംഗിയാണ് കാണാൻ, എന്തൊരു മധുരമാണ് അവരുടെ വാക്ക് കേൾക്കാൻ. അവർ അടുത്തു വരുമ്പോൾ ഒരലൗകികമായ സുഗന്ധം നമ്മൾക്ക് അനുഭവപ്പെടാറില്ലേ? ഈ സെമിനാരിയുടെ മാനേജരായിരുന്ന ഒരു ജോസഫ് റമ്പാച്ചനെ നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടാവും. കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയ പ്രിയപ്പെട്ട ജോസഫ് റമ്പാച്ചൻ. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു പഴയ സെമിനാരിയുടെ മാനേജർ. ഒരല്പം കടുപ്പക്കാരൻ എന്ന് നമുക്ക് തോന്നുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ സന്ധ്യ നമസ്കാരത്തിൻ്റെ സമയത്ത് ഹോസോയെ കൊടുക്കുന്ന സമയങ്ങളിൽ റമ്പാച്ചൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തോ ഒരു പ്രത്യേകതരം സുഗന്ധം റമ്പാച്ചനിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. റമ്പാച്ചൻ പ്രായം ചെന്ന മനുഷ്യനാണ്. ഗിയോർഗീസ് ദിദിയൻ ബാവായുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലോകപ്രകാരമുള്ള സുഗന്ധങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം സുഗന്ധം പൂശുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് ഹോസയെ പ്രാപിക്കാൻ തലകുനിച്ച് നിൽക്കുമ്പോൾ എന്തോ ഒരു സുഗന്ധം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുമായിരുന്നു. ടി പത്മനാഭൻ്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന കഥയിൽ അതിൻ്റെ അവസാനം കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോയ ചെറുപ്പക്കാരനെ കടൽ കാണാൻ വന്ന രണ്ട് പെൺകുട്ടികൾ സംസാരിച്ച് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അവർ നടന്നു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി വന്ന ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി, പ്രകാശം പരത്തുന്ന പെൺകുട്ടി. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാനിവിടെ നിൽക്കുന്നു. നിങ്ങൾ പല പ്രയാസങ്ങളോടെ ഇന്ന് പരിമല പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് ധ്യാനമൊക്കെ കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഈ പരിമല തിരുമേനിയുടെ വലിയ ഫോട്ടോയുടെ താഴെ അതേപോലത്തെ കറുത്തുകുപ്പായം ഇട്ടൊരു പുരോഹിതനായി നിൽക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ മുമ്പിൽ വന്ന ഏതെങ്കിലും ഒരാളിൻ്റെയെങ്കിലും ജീവിതത്തിൽ പ്രകാശം പരത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? അവർ ആഗ്രഹിച്ച സുഗന്ധം എന്നിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും അതുതന്നെ ഓർക്കുക. നിങ്ങൾ ചെന്ന് കയറിയ വീട്ടിൽ ആ വീട് ആഗ്രഹിച്ച സുഗന്ധം നിങ്ങളവിടെ പരത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത് നമ്മൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചില മനുഷ്യർക്ക് നല്ല സുഗന്ധമാണ്, അവരുടെ വാക്കുകൾക്ക് നല്ല മധുരമാണ്. രമണ മഹർഷി പറയുകയാണ്, എന്നാൽ അതേ സമയം തന്നെ മറ്റു ചില മനുഷ്യരുണ്ട്, അവർ പഴുത്ത മാങ്ങ പോലെയല്ല, അവർ പുഴുത്ത മാങ്ങ പോലെയാണ്. പുറമേ നല്ല ഭംഗിയായിരിക്കും, ആഗ്രഹത്തോടെ മറ്റാർക്കും കൊടുക്കാതെ നമ്മളത് നമുക്ക് മാത്രം വേണമെന്ന് വിചാരിച്ച് ആരുമില്ലാത്ത ഒരു സമയത്ത് ആരും കാണാതെ എടുത്ത് അത് പൂളി തിന്നാമെന്ന് വിചാരിക്കുമ്പോഴാണ് ആദ്യത്തെ പൂളിൽ തന്നെ ഒരു പുഴുവിരുന്ന് ഞുളയ്ക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ ആരെങ്കിലും ഈ തത്തച്ചുണ്ടൻ മാങ്ങ പഴുത്തു തിന്നിട്ടുണ്ടോ? ഇവിടൊക്കെ, ഞങ്ങളുടെ ഇവിടൊക്കെ തത്തച്ചുണ്ടൻ മാങ്ങ എന്ന് പറയും, നിങ്ങളൊക്കെ അതിന് പറയുന്നതിന് കിളിച്ചുണ്ടൻ മാങ്ങ എന്ന് എനിക്ക് തോന്നുന്നു, അതിനാണെന്ന് തോന്നുന്നു പറയുന്നത്. അത് പഴുത്ത് തിന്നവർ എത്ര പേരുണ്ടാവും? നമ്മൾ അൽഫോൻസ് മാങ്ങ തിന്നു, മാൽഗോവ മാങ്ങ തിന്നു, ഇനിയും ഈ നാട്ടിലെങ്ങും ഇല്ലാത്ത മാങ്ങ നമ്മൾ വരുത്തി തിന്നു. നമ്മുടെ പറമ്പിലൊക്കെ പടന്നു പന്തലിച്ച് നിൽക്കുന്ന ആ തത്തച്ചുണ്ടൻ മാവേലി ഒരു പഴുത്ത മാങ്ങ അതിൻ്റേതായ സ്വാഭാവികതയിൽ തിന്നവർ എത്ര പേരുണ്ട്? ആരും കാണത്തില്ല. കാറ്റടിച്ചാൽ അതിനകത്ത് പുഴു കയറും. പക്ഷെ കാണാനോ ആ കളറുള്ള മാങ്ങ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു മാങ്ങ ഇല്ല. സൗന്ദര്യത്തിൻ്റെ പര്യായമാണ് തത്തച്ചുണ്ടൻ മാങ്ങ. പക്ഷേ എന്ത് ചെയ്യാനാ, പുഴുത്ത മാങ്ങയാണ്. ചില മനുഷ്യരും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. അവരെ കണ്ടാൽ നല്ലതായിരിക്കും, അവർ വേദപുസ്തകം വായിക്കും,
അവർ പ്രാർത്ഥിക്കും, ഏറ്റവും മുമ്പിൽ നിൽക്കും, ഒരാഴ്ച മുടങ്ങാതെ കുർബാന അനുഭവിക്കും. ചിലപ്പോൾ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും, പള്ളി കമ്മിറ്റിയിലൊക്കെ കാണുമായിരിക്കും, പ്രാർത്ഥനയോഗത്തിൻ്റെയൊക്കെ ചുമതല കാണും. പക്ഷേ ഒരു പ്രതിസന്ധിയുമായി അവരെ സമീപിക്കുമ്പോഴറിയാം അവർ പഴുത്ത മാങ്ങയാണോ പുഴുത്ത മാങ്ങയാണോ എന്നുള്ളത്. പത്രോസ് കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. യൂദ കരഞ്ഞുകൊണ്ട് കാൽവറിയിലേക്ക് ഓടി, കഴുമരത്തിലേക്ക് ഓടി. അയാളുടെ ചരിത്രം അങ്ങേയറ്റം ദുര്യോഗപൂർണമായ ഭാഷയിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാനതിൽ ആമുഖമായിട്ട് പറഞ്ഞത്, പരിമല തിരുമേനിയുടെ അടുക്കൽ വന്ന് മധ്യസ്ഥത അണച്ചിട്ട് തിരികെ പോകുമ്പോൾ ഓർക്കണം, എൻ്റെ അടുക്കൽ ഒരാൾ മധ്യസ്ഥത അണച്ചാൽ എങ്ങനെ ഇരിക്കും. ബെന്യാമീൻ്റെ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം എന്ന് പറയുന്ന നോവൽ, അത് യേശുദമ്പുരാൻ്റെ ജീവിതത്തിനെ ഒരു നോവലിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അതിൻ്റെ അവസാന പേജുകളിലേക്ക് വരുമ്പോൾ കാൽവറിയിലേക്ക് കർത്താവിനെ കൊണ്ടുപോകുന്ന ഒരു സന്ദർഭത്തിൻ്റെ ഹൃദയഹാരിയായ വിശേഷണമുണ്ട്. ആ വിശേഷണം ഇങ്ങനെയാണ്: യേശുദമ്പുരാൻ്റെ കഴുത്തിൽ അവനേക്കാൾ 3 ഇരട്ടി ഭാരമുള്ള കുരിശെടുത്ത് വെച്ചിട്ട് ഒരടി കൊടുത്തപ്പോഴേക്കും ഈ കുഞ്ഞങ്ങ് താഴെ വീണു. അത് കണ്ടുകൊണ്ട് ചങ്കുപൊട്ടി അവൻ്റെ അമ്മ പിറകിൽ ആൾക്കൂട്ടത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിലേക്ക് വരാൻ അന്ന് ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ ആ പരിമിതികളെയെല്ലാം അവഗണിച്ചുകൊണ്ട് അവൾ ഓടി കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യേശു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇനി ഇവിടെ നിന്ന് മൈലുകൾ ദൂരമുണ്ട് കാൽവറിയിലേക്ക്. ഈ കുരിശ് നിന്റെ തോളിൽ തന്നെ കാണും. ഇനി നിനക്കിഷ്ടം പോലെ അടി കിട്ടും. പക്ഷേ ഇനി ഒരിടത്തും നീ വീഴാൻ പാടില്ല. ഇനി ഒരിടത്തും നീ വീഴാൻ പാടില്ല. അടികൊണ്ട് വീഴുമെന്ന് തോന്നുമ്പോഴൊക്കെ നീ ഓർത്തുകൊള്ളണം, നിന്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് പിറകിൽ നിൽപ്പുണ്ടെന്ന്. ആ അധ്യായം അവസാനിക്കുന്നത്, പിന്നെ യേശു എങ്ങും വീണില്ല. പിന്നെ യേശു എങ്ങും വീണില്ല. വീഴാൻ പോയപ്പോഴൊക്കെ അവൻ അറിയാമായിരുന്നു. പരീക്ഷയാണെന്ന് വിളിച്ചു പറഞ്ഞപ്പോഴൊക്കെ അവൻ അറിയാമായിരുന്നു. എന്നെ ഒരാൾ പുറകെ നടന്ന് വീഴുമെന്ന് പരാതിയും സങ്കടവും പറഞ്ഞപ്പോഴും അവൻ അറിയാമായിരുന്നു. അപ്പനെയും അമ്മയും കബളിപ്പിച്ച് ഒരബദ്ധത്തിൽ ചെന്ന് ചാടി എന്നുള്ള ബോധ്യം വന്നപ്പോഴും അവൻ അറിയാമായിരുന്നു, ഇതിൽ നിന്നെല്ലാം എന്നെ കരകയറാൻ സഹായിക്കുന്ന ഒരപ്പൻ എനിക്കുണ്ട്, ഒരമ്മ എനിക്കുണ്ട്. അവർ പ്രാർത്ഥിക്കും. ഇവിടെ കൂടുകണക്കിന് തിരി കത്തിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ, വീട്ടിൽ ചെല്ലുമ്പോൾ ഇടികൂടുക്കെ ചോറും കറിയും എന്ന് പറയുന്നതിനെ വാതുക്കെ ചോറും കറിയും വന്നിരിക്കും എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ആരും പോകരുത്. പരിമല തിരുമേനി ആ വാതുക്കെ കൂടെ കയറി ഇങ്ങോട്ട് വരുന്ന നമ്മളെ ഒരു വടിയും പിടിച്ച് വെല്ലുവിളിക്കുകയാണെന്ന് ഓർത്തുകൊള്ളണം. നിങ്ങളുടെ കല്ലറയ്ക്കലെങ്കിലും ഇങ്ങനെ ആരെങ്കിലും വന്ന് നിൽക്കുമോ? നമ്മൾ എത്ര നാളായി നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറയ്ക്കലെങ്കിലും പോയിട്ട്? ഊഴിയം പോക്കാൻ ആണ്ടോടാണ്ട് പോയി തിരി കത്തിക്കുന്നു എന്നുള്ളതല്ലാതെ സങ്കടം വരുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് അച്ചാച്ചൻ്റെ കല്ലറയിലേക്കൊന്ന് പോകാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് അമ്മയുടെ കല്ലറയ്ക്കൽ ചെന്ന് ഒന്നും മിണ്ടാതെ, ഒരു തിരി പോലും കത്തിക്കാതെ ഒരിച്ചിരി സമയം അവിടെ ഇരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കതകടച്ച് മുറിയിലിരിക്കാൻ താല്പര്യപ്പെടുമ്പോഴും അത് തുറന്ന് ആ കതകിന് വെളിയിൽ നിൽക്കുന്ന അമ്മയുടെയോ അപ്പൻ്റെ അടുക്കൽ വന്ന് നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? ആലോചിച്ചാൽ നമ്മുടെ സമാധാനം പോകും, നമ്മുടെ സ്വസ്ഥത പോകും. അതുകൊണ്ട് ആലോചിക്കാതിരിക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത്. പക്ഷെ അങ്ങനെ ഒരാലോചനയും ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. വെറുതെ ഈ ഭൂമിയിൽ ജനിച്ച് കുറേ ഓക്സിജൻ വേസ്റ്റാക്കി അങ്ങ് ചത്തുപോകുന്നതാണോ? അല്ലല്ലോ. ഞാനിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലെങ്കിലും ഉണ്ടാവണ്ടേ? അതിന് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾ മതിയായിരിക്കും, തീരെ ചെറിയ കാര്യങ്ങൾ. നമ്മുടെ മോനും മോളുമൊക്കെ ഒരു പേപ്പറിൽ ഏതാണ്ടൊക്കെ കുത്തി വരച്ചിട്ട് നമ്മളെ കൊണ്ട് കാണിക്കത്തില്ലേ, എന്താണ്ടപ്പ ഈ പടം ഒന്ന് നോക്കിക്കേ. നമ്മൾ നോക്കുമ്പോൾ അത് പടമാണോ? അല്ല. മേടിച്ചു വെച്ച ഒരു A4 ഷീറ്റ് വെറുതെ വൃത്തികേടാക്കി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുഞ്ഞതും കൊണ്ട് ഓടി വന്നത് എന്തിനാ? അപ്പം ഞാൻ വരച്ച പടം കണ്ടോ? നമ്മൾ വെറുതെയെങ്കിലും അത് മേടിച്ചു വെച്ചിട്ട് കൊള്ളാമല്ലോ, നന്നായിരിക്കുന്നു, മിടുക്കി, ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ
മരണനാഴിക വരെയും ആ വാചകം ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളെന്തു പറയും? നമ്മളെന്തോ പറയും? ഒക്കോണം പടം വരച്ചുകൊണ്ട് വന്നേക്കുന്നു. ജീവിതത്തിൽ ഒരു കാലത്തും പിന്നെ ആ കുഞ്ഞൊരു പടം വരയ്ക്കത്തില്ല. അതിൻ്റെ ആ കഴിവ് നമ്മൾ മുളയിലെ നുള്ളിക്കളഞ്ഞു. ചെറിയ കാര്യങ്ങൾ മതി, ചെറിയ കാര്യങ്ങൾ മതി. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അപ്പൻ മരിച്ച് ഞാൻ ആകപ്പാടെ അങ്ങൊരു തകർന്ന അവസ്ഥയിലായിപ്പോയി. കാരണം ഇനി അപ്പനില്ല, എന്തു ചെയ്യും? അപ്പനില്ല, നമുക്കാരുമില്ല. ഞാൻ അടക്കമൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ വന്ന അച്ഛന്മാരെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ ആ കല്ലറയുടെ അടുക്കൽ നിൽക്കുന്ന സമയത്ത് ശവസംസ്കാരത്തിന് വരാൻ താമസിച്ചു പോയൊരച്ഛൻ അടക്കമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടും അങ്ങ് സെമിത്തേരിയിലേക്ക് വന്നു. അപ്പോൾ വലിയ പൊക്കമുള്ള ഒരച്ഛനാണ്. സ്ലാബൊക്കെ വെച്ചു. ഇനി ആ ചാച്ചനെ ഒരു കാലത്തും കാണാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്ന് എന്നെ പിറകിലൂടെ വന്ന് ഈ അച്ഛൻ ഇങ്ങനെയൊന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൻ മരിച്ചു എന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞ സമയം മുതൽ ആ കല്ലറയിൽ വെക്കുന്ന സമയം വരെയും പലരും എന്നോട് സംസാരിച്ചിരുന്നു. പക്ഷേ അതിലെല്ലാം എനിക്ക് ഏറ്റവും സമാധാനം കിട്ടിയ ഒരു സന്ദർഭം അതായിരുന്നു. പിറകിലൂടെ വന്ന ഒരാൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു. എന്തൊരു സമാധാനമായിരുന്നു, എന്തൊരു സമാധാനമായിരുന്നു. നമുക്കൊരുമിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 3-ാം അധ്യായമാണ്. 21 വാക്യങ്ങളാണ്. 21 വാക്യങ്ങളൊന്നും നമുക്ക് പറയാനുള്ള കാര്യമില്ല. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ നിരന്തരം നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ചില സന്ദർഭങ്ങളാണ്. 1 ശമൂവേൽ 1-ാം അധ്യായം നമുക്കറിയാം. ശമൂവേൽ ബാലൻ്റെ അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട് അവർ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭമാണ്. 2-ാമത്തെ അധ്യായം അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നതും ആ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുവന്ന് വളർത്താൻ ഏൽപ്പിക്കുന്നതുമായ ഭാഗമാണ്. 3-ാം അധ്യായം ഈ കുഞ്ഞ് പള്ളിയിൽ ശമൂവേൽ വളരുന്ന സന്ദർഭവും വളരുമ്പോഴുള്ള ചില കാര്യങ്ങളുടെ വിശദീകരണവുമാണ്. 1 ശമൂവേൽ 3-ാം അധ്യായം. ഈ വേദഭാഗം വായിക്കുമ്പോൾ അവിടെ പ്രധാനമായും 3 കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ശമൂവേൽ ബാലനെ കുറിച്ച്, രണ്ടാമത് അവനെ വളർത്തുന്ന ഏലി പുരോഹിതനെ കുറിച്ച്, മൂന്നാമത് ഏലി പുരോഹിതൻ്റെ പുരോഹിതന്മാരാകാൻ പരിശീലിപ്പിക്കപ്പെടുന്ന മക്കളെക്കുറിച്ച്. ഈ 3 കൂട്ടരെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് വിശദീകരണമുള്ളത്. പക്ഷേ ഈ 3 കൂട്ടരും അവരുടെ ജീവിതം കൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നതിനെ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് കരുതുകയാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ള വേദഭാഗം മാത്രം ഞാൻ പറയാം. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. അതൊരു ഇൻട്രൊഡക്ഷനാണ്. ആ പള്ളിയിലച്ഛനും ആ കൊച്ചനും കൂടെ ആ പള്ളിയിൽ ഇങ്ങനെ വളരുകയായിരുന്നു. ഒരിടത്തൊരിടത്തൊരു പള്ളിയിലച്ഛനും ഒരു കൊച്ചനും ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ട വചനം. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു പള്ളിയിലെ അച്ഛനെക്കുറിച്ചും അച്ഛൻ്റെ ശുശ്രൂഷയ്ക്കായി അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ പള്ളിയിലെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ കുറിച്ചുമാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ എല്ലാം പരിശീലിപ്പിക്കേണ്ടത് ആരാണ്? ഈ പള്ളിയിലെ അച്ഛനാണ്. അവരുടെ 2 പേരുടെയും കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അവരുടെയും 2 പേരുടെയും ഇടയിലുണ്ടായിരുന്ന അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഒരു വലിയ കുഴപ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ദൈവവചനത്തിൻ്റെ ദൗർലഭ്യത്തിനെ കുറിച്ച് ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോഴേ നമുക്ക് ആ വേദപുസ്തകം കുറച്ചുകൂടി ഹൃദ്യമാകാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ വേദപുസ്തകം തുറന്നങ്ങോട്ട് വെച്ചിട്ട്
2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഏതോ ഒരു സംഭവം ആയിട്ട് വായിക്കരുത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൽ എങ്ങാണ്ട് സംഭവിച്ച കാര്യമായിട്ട് വായിക്കരുത്. അത് വായിക്കുമ്പോൾ അവിടെ ആരുടെയെങ്കിലുമൊക്കെ പേര് പറയുന്നെങ്കിൽ ആ പേര് മാറ്റിയിട്ട് നമ്മുടെ പേര് വായിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ ബോബി ജോസ് കട്ടികാട് എന്ന് പറയുന്ന അച്ഛൻ്റെ നിലത്തെഴുത്തെന്ന് പറയുന്ന പുസ്തകത്തിൽ അച്ഛൻ പറയുന്ന ഒരു സന്ദർഭം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് പറയാം. കർത്താവ് പത്രോസിനെ വിളിച്ചടുക്കൽ നിർത്തിയിട്ട്, നീ പാറയാവുന്നു, നിന്റെ മേൽ ഞാൻ സഭ പണിയും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, സ്വർഗത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിന്റെ കയ്യിൽ തരുന്നു. പത്രോസിൻ്റെ കയ്യിൽ കർത്താവ് എന്തു കൊടുത്തു? സ്വർഗത്തിൻ്റെ പ്രധാന വാതിലിൻ്റെ താക്കോൽ കൊടുത്തു. ഈ വേദഭാഗം വായിക്കുമ്പോൾ പത്രോസിന് എന്തൊരു ഭാഗ്യം, സ്വർഗത്തിൻ്റെ താക്കോൽ കൈ കിട്ടിയ ആളാണല്ലോ എന്നല്ല ചിന്തിക്കേണ്ടതെന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ പറയുകയാണ്, ആ പത്രോസിൻ്റെ സ്ഥാനത്ത് ഞാൻ കെ കെ വർഗീസ് അച്ഛൻ്റെ കയ്യിൽ ദൈവം സ്വർഗത്തിൻ്റെ താക്കോൽ കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരും അവരുടെ പേരവിടെ വെക്കുക, ഓരോരുത്തരും അവരുടെ പേര് പറയുക. നമ്മുടെ കയ്യിൽ സ്വർഗത്തിൻ്റെ താക്കോൽ തന്നിരിക്കുന്നു. സ്വസ്ഥമായി മാറിയിരുന്ന് ആലോചിക്കുക. എനിക്കൊരു വീടുണ്ട്, ഭാര്യയുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ആ ഒരു സ്വർഗത്തിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരുടെയും കയ്യിൽ അങ്ങനെ ആ സ്വർഗത്തിൻ്റെ താക്കോൽ, നിങ്ങളുടെ വീടെന്ന് പറയുന്ന, നിങ്ങളുടെ ഓഫീസെന്ന് പറയുന്ന, നിങ്ങളുടെ പലചരക്ക് കട എന്ന് പറയുന്ന, നിങ്ങളുടെ കൃഷിത്തോട്ടം എന്ന് പറയുന്ന ആ ഇടത്തിൻ്റെ താക്കോൽ തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ട്. നമ്മൾ മാറിയിരുന്ന് ആലോചിക്കുക, എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ കൂടെയുള്ളവരുടെ ജീവിതത്തിൻ്റെ സ്വർഗത്തിൻ്റെ താക്കോലാണോ നരകത്തിൻ്റെ താക്കോലാണോ? നരകത്തിൻ്റെ താക്കോലാണ്. എന്നെ വിശ്വസിച്ച് നിങ്ങൾ അവളുടെ ഇടവപ്പള്ളിയും അവളുടെ വീടും അവളുടെ അപ്പനെയും അമ്മയും അവളുടെ ആങ്ങളമാരെയും അനിയത്തിമാരെയും അവളുടെ വീട്ടിലെ രുചികളും അവളുടെ അമ്മ വിളമ്പിയ ആഹാരവും അവളുടെ അപ്പൻ്റെ താലൊലിക്കലും ഇതെല്ലാം വിട്ടിട്ട് മറ്റൊരു സഭയിലേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക്, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരുള്ള ഒരു വീട്ടിലേക്ക് വന്നു കയറിയ ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം ഞാൻ ഈ താക്കോലിട്ട് തുറന്നത് സ്വർഗമാക്കാനായിരുന്നോ നരകമാക്കാനായിരുന്നു? ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെല്ലാം എന്നാലോചിക്കുന്നത് നല്ലതാണ്. എൻ്റെ കൂടെ ജീവിക്കുന്ന ആളിൻ്റെ സ്വർഗത്തിൻ്റെയാണോ നരകത്തിൻ്റെയാണോ വാതിൽ എൻ്റെ കൂടെ ആയത് കാരണം ഞാൻ തുറന്നിട്ട്? ഇപ്പുറത്തിരിക്കുന്നവരും അങ്ങനെ തന്നെ ആലോചിക്കുക. വലിയ മിടുക്കും പ്രാപ്തിയും ഒന്നുമില്ലാത്ത, ആരുടെയെങ്കിലും ഒരു സഹായം എപ്പോഴും ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന, വലിയ കഴിവില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നിട്ട് സ്വർഗത്തിൻ്റെയാണ്, അയാളുടെ ജീവിതം നരകത്തിലാക്കുകയാണോ സ്വർഗത്തിലാക്കുകയാണോ? ഇനി ഇതെല്ലാം പോട്ടെ, നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, നമ്മൾ കാരണം അവരുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത് സ്വർഗമാണോ നരകമാണോ? പത്രോസിൻ്റെ കൈ താക്കോൽ കൊടുത്തെന്ന് പറയുമ്പോൾ എത്ര എളുപ്പമാണ് വായിക്കാൻ. പക്ഷേ നമ്മൾ വായിച്ചു നോക്കുക നമ്മുടെ പേര് വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം വായിക്കുമ്പോഴെപ്പോഴും അതിൽ പറയുന്ന ആളുകളുടെ പേരിൻ്റെ സ്ഥാനത്ത് നമ്മുടെ പേര് വെക്കണം. ഇവിടെ വായിക്കുകയാണ്, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരുടെ പേര് വെക്കണം. ശമൂവേൽ ബാലൻ എന്നുള്ളത് മാറ്റിയിട്ട് അവരുടെ പേര് വെക്കുക. ആരുടെ മുമ്പാകെയാണ്? ഏലിയുടെ മുമ്പാകെ. ഏലി എന്ന് പറയുന്നത് ആരാണ്? പുരോഹിതനാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ പറയുമ്പോൾ വിചാരിക്കരുത് പള്ളിയിലച്ചന്മാർ മുഴുവൻ കുഴപ്പക്കാരാണെന്നുള്ള എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല. ഇത് പള്ളിയിലച്ചനെ കുറിച്ച് പറയുന്നൊന്നുമല്ല. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരിൽ കുറേ അധികം പേരെങ്കിലും ഓർത്തഡോക്സ് സഭാംഗങ്ങളായിരിക്കുമല്ലോ. നമ്മൾ നാളെ വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ, സന്ധ്യാനമസ്കാരം പൂർത്തീകരിക്കുമ്പോൾ കുക്കിലിയോൻ ചൊല്ലും. മാതാവിൻ്റെയും പരിശുദ്ധന്മാരുടെയും കഴിഞ്ഞിട്ട് വാങ്ങിപ്പോയ വൈദികരുടെ കുക്കിലിയോൻ ചൊല്ലാൻ തുടങ്ങും. അതിൽ 2-3 മാറി മാറി പാടാവുന്ന പാട്ടുകളുണ്ട്. അതിൽ ഒരു പാട്ട് ആദ്യാചാര്യത്വം കൈക്കൊണ്ട അഹറോൻ മോശയോടൊന്നിച്ച്, അതിനുശേഷം അഡീഷണലായി ഒരു സ്റ്റാൻസ കൊടുത്തിട്ടുണ്ട്.
നിൻ ഗാത്രം കൈക്കൊണ്ടും നിൻ രക്തം പാനം ചെയ്തും എന്ന് പറഞ്ഞ് ഒരു 5-6 വരിയുള്ള ഒരു സ്റ്റാൻസാണ്. കുർബാനക്രമം എടുത്തുനിന്ന് വീട്ടിൽ പോകുമ്പോൾ നോക്കിക്കോണം. നിൻ ഗാത്രം കൈക്കൊണ്ടും നിൻ രക്തത്താൽ പുണ്യപ്പെട്ടും നിദ്രാപ്രാപ്തന്മാരോർക്കപ്പെടണം സ്വർഗീയോസ്ലേമിൽ. ഇങ്ങനെ വരുന്ന ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് ചൊല്ലുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത, മാതാവിൻ്റെ കുക്കിലിയോൻ ചൊല്ലുമ്പോൾ മാതാവിനെ കുറിച്ച് മാത്രമാണ്, പരിശുദ്ധന്മാരെ കുറിച്ച് ചൊല്ലുമ്പോൾ ഒരു വിശുദ്ധനെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ഈ വാങ്ങിപ്പോയ വൈദികരുടെ കുക്കിലിയോൻ ചൊല്ലുമ്പോൾ അതിലത്തെ ആദ്യത്തെ 2 സ്റ്റാൻസ വ്യക്തമായി നമുക്ക് മനസ്സിലാവും പട്ടക്കാരെ കുറിച്ചാണ്. പക്ഷെ മൂന്നാമത്തേത് പട്ടക്കാരെ കുറിച്ചല്ല. എനിക്ക് ഇത്രയും നാളായിട്ടും പിടികിട്ടാതിരുന്നൊരു സന്ദർഭമാണത്. എന്തിനാണ് അൽമായക്കാർക്ക് ബാധകമാകുന്ന ഒരു ഭാഗം ഈ വൈദികരുടെ കുക്കിലിയോനിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്? വാങ്ങിപ്പോയ ഒരു പ്രായമുള്ള ഒരു അച്ഛൻ പറഞ്ഞു വന്നത്, സന്ധ്യ നമസ്കാരത്തിന്റെ കുക്കിലിയോൻ അത് പൊതു പൗരോഹിത്യത്തിനെ സംബന്ധിക്കുന്ന കുക്കിലിയോനാണ്. എന്താണ് പൊതു പൗരോഹിത്യവും പ്രത്യേക പൗരോഹിത്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രത്യേക പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂദാശകളൊക്കെ നിർവഹിക്കാനായി കൈവപ്പ് ലഭിച്ച ആ ഒരു രീതിയുടെ പേരാണ് പ്രത്യേക പൗരോഹിത്യം. ഒരാളിനെ പ്രത്യേകമായിട്ടൊരു വൈദികനായിട്ട് തിരഞ്ഞെടുക്കുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അയാൾ ഉൾപ്പെടുന്ന സമൂഹം മുഴുവൻ പൊതു പൗരോഹിത്യമുള്ളവരാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും ഇവിടെ ഇരിക്കുന്ന ആണും പെണ്ണും എല്ലാം ആ പൊതു പൗരോഹിത്യത്തിൽ വരുന്നവരാണ്. പൊതു പൗരോഹിത്യത്തിൽ വരുന്നവരാണ്. അതുകൊണ്ട് ഇനിയും പൗരോഹിത്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു അച്ഛനെ മനസ്സിൽ കാണരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരെ തന്നെ മനസ്സിൽ കണ്ടു നോക്കുക. നമ്മളെല്ലാവരും പൊതു പൗരോഹിത്യത്തിൽ വരുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഏലി പുരോഹിതൻ എന്ന് പറയുമ്പോൾ കുപ്പായമൊക്കെ ഇട്ട് താടി നീട്ടി വളർത്തിയ ഒരച്ഛൻ്റെ അടുക്കിലേക്ക് പോകരുത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഈ സംഭവങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ അതൊരു പള്ളിയിലച്ഛൻ്റെ മാത്രം കാര്യമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെല്ലാവരും ഉൾപ്പെടുന്ന പൗരോഹിത്യത്തിനെ സൂചിപ്പിക്കുന്ന, ചൂണ്ടിക്കാണിക്കുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണ് അവിടെയുള്ളത്. ഇതെന്താണ് ആദ്യത്തെ ഓർമ്മപ്പെടുത്തൽ വന്നത്? ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. എവിടെ? ഏതെങ്കിലും ഒരു നാട്ടിലെ കാര്യമാണോ പറയുന്നത്? അല്ല. ഒരു കുഞ്ഞിനെ വളർത്താനായി ചുമതല ലഭിച്ച ഒരപ്പൻ്റെ ജീവിതത്തിനെ വേദപുസ്തകം ആദ്യത്തെ വാക്കിൽ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ആ മനുഷ്യന് പ്രായം ഉണ്ടായിരുന്നെന്നോ, അയാൾക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെന്നോ, പണക്കാരനായിരുന്നെന്നോ, വിദ്യാസമ്പന്നനായിരുന്നെന്നോ എന്നൊന്നുമല്ല പറയുന്നത്. അവരുടെ വീട്ടിൽ ദൈവവചനം ദുർലഭമായിരുന്നു. അവരുടെ വീട്ടിൽ ദൈവവചനം ദുർലഭമായിരുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു 2000-4000 വർഷങ്ങളെ, പഴയ നിയമം വായിക്കുമ്പോൾ 4000, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2026 വർഷങ്ങൾ, ഇത്രയും ഒരു പശ്ചാത്തലം അതിന് പിന്നിലുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല വേദപുസ്തകത്തിനെ കാണേണ്ടത്. ദൈവവചനം നമ്മളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വേദപുസ്തകം വായിക്കുക. നമുക്ക് എത്ര പ്രാവശ്യം വായിച്ചിട്ടും തെളിഞ്ഞു കിട്ടാതിരുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ ആ വേദഭാഗത്തു നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കിട്ടും. നമ്മളോട് മാത്രം പറയുന്ന ചില കാര്യങ്ങൾ. ഞാനൊരു 2022 ജൂൺ മാസം മുതൽ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ആളാണ്. ഈ 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ അസുഖം ഓരോ ദിവസവും അല്പം കൂടുന്നതല്ലാതെ ഒരു കുറവും ഉണ്ടാകുന്നില്ല. സർജറി ചെയ്തു, ഐഡിൻ തെറാപ്പി ചെയ്തു, എന്തെല്ലാം തരത്തിലെ ഒരു 10 പേര് കൂടുന്നിടത്ത് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകും. പക്ഷെ എന്നിട്ട് ദൈവം നമ്മളെ നടത്തുന്നു. ഈ അസുഖം കൊണ്ട് നടക്കുന്ന സമയത്തെല്ലാം ഞാൻ ദൈവത്തിനോട് ഇങ്ങനെ പരാതി പോലെ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ, എൻ്റെ തൊണ്ടയിലാണ് ക്യാൻസർ വന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഈ ഒച്ചയെടുത്ത് സംസാരിക്കാൻ പറ്റാത്തത്. ഞാൻ ഓർക്കും, ദൈവമേ, ഒരച്ഛനെ സംബന്ധിച്ച് അയാളുടെ സർവസ്വവും അയാളുടെ ശബ്ദമാണ്. അതില്ലെങ്കിൽ നീ എത്ര മിടുക്കനായ അച്ഛനാണെന്ന് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. അയാളെ ആരും വെറുതെ ഒരു സന്ധ്യ നമസ്കാരത്തിന് സൈഡിൽ നിൽക്കാൻ പോലും വിളിക്കാൻ സാധ്യതയില്ല. പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ ഒരു പ്രയാസത്തിൽ പോകാൻ നീ ഇടയാക്കിയത്? ഞാനൊരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ ഗാസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി.
അവിടെ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഒരു ആൾ എന്നോട് ചോദിച്ചു, അച്ഛാ, ഇത്രയും പ്രയാസങ്ങളിൽ കൂടെ പോകുമ്പോൾ അച്ഛന് ധൈര്യം തരുന്നത് എന്താണ്? എന്നോട് ഈ 2-3 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആരും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാനതിനൊരു മറുപടി തയ്യാറായി ഇരുന്നിട്ടുമില്ലായിരുന്നു. എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഒരു പള്ളിയിലച്ചൻ പറയുന്നത് പോലെ ദൈവം നടത്തുന്നു, ഇങ്ങനെ ഒരു ഉഴപ്പി അടിച്ചുള്ളൊരു മറുപടി. പക്ഷെ അത് കേൾക്കുമ്പോഴറിയാം അതിലൊരു ആത്മാർത്ഥതയില്ല. ഒരു മറുപടിക്ക് വേണ്ടിയിട്ടൊരു മറുപടിയാണ്. ടി മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ അതിന് മറുപടി പറയണം. കാരണം സമാനമായ പ്രയാസങ്ങളിൽ കൂടെ പോകുന്നവരൊക്കെ ഈ പ്രസംഗം കേട്ടുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അവർക്കൊരു ധൈര്യം കിട്ടണമല്ലോ. ഞാൻ ആകപ്പാടെ തകർന്നു പോയൊരു സന്ദർഭമായിരുന്നു. വല്യവായിൽ 2-3 ദിവസത്തെ പ്രസംഗമൊക്കെ നടത്തിയിട്ട് അവസാനത്തെ ദിവസം ചോദിച്ചിട്ടൊരു മറുപടി പറയാനില്ലാത്ത താൻ ഇത്രയും ദിവസം എന്ത് ദൈവകൃപയെക്കുറിച്ചാണ് പറഞ്ഞതെന്നൊരു പരിഹാസം അതിൻ്റെ പിന്നിലില്ലേ എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. ഞാൻ നിശബ്ദനായിപ്പോയി. കാരണം വെറുതെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മുമ്പിൽ വേദപുസ്തകം തുറന്നു വെച്ചിട്ടുണ്ട്. ഞാൻ മദ്ബഹയുടെ മുമ്പിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോടൊരു കള്ളം പറഞ്ഞിട്ട് അത് ശരിയല്ലല്ലോ. ഞാൻ അടുത്ത ദിവസം ഡൽഹി എയർപോർട്ടിൽ, അവിടുത്തെ തിരക്ക് കാരണം എന്നെ നേരത്തെ എയർപോർട്ടിൽ കൊണ്ടുപോയിട്ടു. ഞാൻ അവിടെ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ ഹാൻഡ് ബാഗിൻ്റെ അകത്ത് ഈ വേദപുസ്തകമുണ്ട്. എൻ്റെ സെമിനാരി കാലം മുതൽ എൻ്റെ കൂടെ വേദപുസ്തകമാണിത്. ഞാനിത് പല ആവർത്തി തിരിച്ചും മറിച്ചും ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് പ്ലെയിൻ വരാൻ ഒത്തിരി താമസമുള്ളതുകൊണ്ട് ഞാൻ ഈ ചോദ്യം എൻ്റെ സന്തോഷം മുഴുവൻ പോയി. 2-3 ദിവസം നല്ല പ്രസംഗമായിരുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ നിന്ന് ഞാൻ അന്ന് തളർന്നാണ് ഈ എയർപോർട്ടിലിരിക്കുന്നത്. എന്തൊരു ദുരന്തമാണ് ഞാനെന്ന് ഓർത്തിട്ട്. ഇപ്പം ഞാൻ ഓർത്തു, ദൈവമേ, ഇനി ആരെങ്കിലും ഒരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും? അച്ഛൻ്റെ അസുഖത്തിനെ സംബന്ധിച്ച് അച്ഛൻ എന്താണ് ദൈവം തന്നിട്ടുള്ള ഒരു ധൈര്യം എന്താണ്? ഞാൻ അവിടുന്ന് കുറേ സമയം ഞാൻ ഇരുന്ന് ഇങ്ങനെ, എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇങ്ങനെ പ്ലെയിൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. എന്നാലും എനിക്കൊരു മറുപടി വേണമായിരുന്നു. കാരണം അത് കഴിഞ്ഞും എനിക്ക് 1-2 പ്രസംഗത്തിന് പോകേണ്ടതുകൊണ്ട് ഇതേപോലെ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? ഒരു മറുപടി പറയണമല്ലോ. പക്ഷെ ഇനിയിപ്പോൾ ഒരു മറുപടി പറയുക എന്നുള്ളതല്ല, ഞാൻ ഈ നിരന്തരം നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി എനിക്കും വേണം. ഞാൻ ഈ ക്യാൻസറും കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതലേ എൻ്റെ കൂടെ ഉള്ളതാണ്. ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. സെമിനാരിയിൽ പഠിപ്പിക്കുമ്പോഴും ഒക്കെ ഈ വേദപുസ്തകം കൊണ്ടാണ് പോകുന്നത്. ഞാൻ അന്ന് കുറേ സമയം പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ നിസ്സഹായതയുടെ അങ്ങേയറ്റത്ത്, ദൈവമേ, നീ എനിക്ക് ഈ ചോദ്യത്തിനൊരു മറുപടി തന്നില്ലെങ്കിൽ ഇനിയും എവിടെയെങ്കിലും പോയി ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയും, ദൈവം എന്നെ കൈവിട്ട ആളാണ്, എനിക്കൊന്നും പറയാനില്ല, പിന്നെ ആയുസുള്ളിടത്തോളം നാളെ ഇങ്ങനെ നടക്കുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ, എനിക്ക് നീ ഒരു മറുപടി തന്നേ മതിയാവുകയുള്ളൂ. ഞാൻ ഈ വേദപുസ്തകം തുറന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വർഷത്തെ പരിചയമുള്ള ഈ വേദപുസ്തകം ഞാൻ തുറക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ റൈറ്റ് സൈഡിലോട്ടാണല്ലോ നമ്മുടെ കണ്ണ് പോകുന്നത്. തുറക്കുമ്പോൾ തുറന്നുടനെ എൻ്റെ കണ്ണിൽപ്പെട്ടത് 118-ാം സങ്കീർത്തനത്തിൻ്റെ 17-18 വാക്യമാണ്. ഞാൻ എത്രയോ പ്രാവശ്യം വായിച്ച അടിയിൽ വരയിട്ട് പോയൊരു വേദഭാഗം. 118-ാം സങ്കീർത്തനത്തിൻ്റെ 17-18 വാക്യങ്ങൾ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. 18-ാമത്തെ വാക്യം, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എങ്കിലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ആ നിമിഷത്തിൽ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷവും സമാധാനവും എനിക്കൊരു പൗരോഹിത്യം കിട്ടിയ സമയത്ത് പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പായി ക്യാൻസർ കാരണം ഞാൻ ചാകത്തില്ല. ഇതെന്നോട് വെല്ലൂരെ ഡോക്ടർമാർ പറഞ്ഞതല്ല, പരുമലയിലെ ഡോക്ടർമാർ പറഞ്ഞതല്ല. എന്നോട് എൻ്റെ ദൈവം എന്നോട് മാത്രമായി, കെ വർഗീസ് അച്ഛനോട് മാത്രമായി പറഞ്ഞ വാചകമാണ്, അച്ഛൻ മരിക്കത്തില്ല, അച്ഛൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. പിന്നെ എനിക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്, യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു. പൗരോഹിത്യത്തിന് ചേരാത്തത് ഏതാണ്ടൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നെ ദൈവം കഠിനമായി ശിക്ഷിച്ചു. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവൻ എന്നോട് വീണ്ടും പറയാണ്, പ്രയാസപ്പെടണ്ട, ഞാൻ അച്ഛനെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല. ആ ഒരു വേദപുസ്തക വാക്യത്തിൻ്റെ ധൈര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനോട് ഞാൻ ഇന്നൊരു പ്രസംഗത്തിന് പോകാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ, അച്ഛൻ അത്രയും സമയമൊക്കെ നിന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ പറയാൻ പറ്റും. കാരണം ദൈവം എനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്, ആയുസ് തരാം, പക്ഷേ അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കണം, അവൻ ചെയ്ത നന്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എണ്ണി നോക്കിയാൽ കുറവുകളേക്കാൾ കൂടുതൽ നന്മകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഒരസുഖം വന്നപ്പോഴാണ് എൻ്റെ പേരിവിടെ ആരോ
ഈ ത്രോണോസിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഒരസുഖം വന്നപ്പോഴാണ് എനിക്ക് പരിചയമില്ലാത്തവർ എവിടെയൊക്കെയോ ഇരുന്ന് ആശുപത്രിയിൽ പോകേണ്ട സമയമായുമ്പോൾ എന്നെ സഹായിക്കുകയും എൻ്റെ പേര് പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. കെ വർഗീസ് അച്ഛനായിട്ട് നടന്നപ്പോൾ ഇതൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വേദപുസ്തകം നമ്മളോട് പറയുകയാണ്, ദൈവവചനം ദുർലഭമാവുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ വേദപുസ്തകം കുറവാണെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ വീട്ടിൽ വേദപുസ്തക വായന ഇല്ല എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ദൈവവചനം കുറവായിപ്പോയതിൻ്റെ കാര്യം എന്താണെന്ന് പറയുന്നതറിയാമോ? ദർശനമില്ലായിരുന്നു. ദൈവവചനം കുറവായിരുന്നു. വീട്ടിൽ വേദപുസ്തക വായന പേരിന് മാത്രം കൊണ്ടു നടക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, അങ്ങനെ നമുക്ക് ഊഴിയം പോക്കാനായി വായിക്കാനുള്ള ഒരു പുസ്തകത്തിൻ്റെ പേരല്ല വേദപുസ്തകം എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് വേദപുസ്തകമാണ്. നിങ്ങൾ പ്രവചനത്തിൽ, മീഖാപ്രവചനത്തിൽ പറഞ്ഞോളൂ, നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്, സ്ഥലവും നിലവും പോരാതെ വരുവോളം ഞാൻ അനുഗ്രഹങ്ങളെ തരുമോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ദൈവം തന്നെ പറയുകയാണ്, നിങ്ങൾ എന്നോടൊന്ന് വെറ്റുവെക്ക്. വേദപുസ്തകം നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആകുലപ്പെടുന്നത് എന്തിനാണ്? നിങ്ങൾ വേവലാതിപ്പെടുന്നത് എന്തിനാണ്? നിങ്ങളെക്കുറിച്ചുള്ള ശുഭകരമായ പദ്ധതി എന്താണെന്ന് ഞാൻ നേരിട്ട് നിങ്ങളോട് പറയാം. അത് മറ്റൊരാൾ വഴിയല്ല ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൽ കൂടി മാത്രമാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന വേദപുസ്തകം നമ്മൾ മര്യാദയ്ക്കൊന്ന് തുറന്നിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞല്ലോ, വൈകുന്നേരങ്ങളിൽ വേദപുസ്തകം വായിക്കുന്നുണ്ടാവും. ചിലപ്പോൾ പിള്ളേരെ കൊണ്ട് വായിപ്പിക്കുന്നവർ മാത്രം കാണും. രാവിലെ എത്ര വീടുകളിൽ വേദപുസ്തകം വായനയുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു വേദപുസ്തകമുള്ളവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്നതിൽ ഈ പള്ളിയുമായിട്ടും സൺഡേ സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാവുന്ന ഒരു നല്ല കാര്യം, നിങ്ങളുടെ പള്ളിയിലെ ഒരു കൊച്ചിനെ കല്യാണം കഴിക്കുന്നെന്ന് സമ്മാനമായിട്ട് വേദപുസ്തകം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ചെലവുമില്ലാത്ത, എന്നാൽ ഫോട്ടോയ്ക്കകത്തും വീഡിയോയ്ക്കകത്തും ഒക്കെ വരുന്ന ഒരു ഏർപ്പാടെന്നുള്ളതിൽ കവിഞ്ഞ് അതിന് യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൊള്ളുക. സെമിനാരിയിൽ എൻ്റെ അധ്യാപകനായിരുന്ന ഒരാൾ പറയുകയാണ്, അദ്ദേഹത്തിനോടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഫാദർ, എൻ്റെ കയ്യിലൊരു 5-8 വേദപുസ്തകമുണ്ട്, അതാർക്കെങ്കിലും കൊടുക്കാമെങ്കിൽ ഞാൻ തന്നേക്കാം. അപ്പം അച്ഛനോർത്തു, അവനെ കണ്ടിട്ട് ഒരു പെന്തക്കോസ്തുകാരനായ ഒരാളായിരിക്കും എന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. അച്ഛൻ അവനെ പലയിടത്തും വെച്ച് കണ്ടിട്ടുള്ളത് കൊണ്ട് അവനൊരു ക്രിസ്ത്യാനി അല്ല എന്നറിയാം. ചിലപ്പോൾ ഇനിയിപ്പോൾ വല്ല പെന്തക്കോസ്റ്റിലെങ്ങനെ ചേർന്ന് കാണും. അവർ ഈ വേദപുസ്തകം കൂടുതൽ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയ വേദപുസ്തകമായിരിക്കും, അത് ആർക്കെങ്കിലും കൊടുക്കാൻ അച്ഛനെ ഏൽപ്പിക്കുകയാണ് എന്നൊക്കെയാണ് വിചാരിച്ചത്. അച്ഛൻ പറഞ്ഞു, അത് നീ തന്നെ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം. ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല. ഇത് ഫാദറിനാകുമ്പോൾ നിങ്ങളുടെ പള്ളിയിലെ ആൾക്കാരെയൊക്കെ. അപ്പം അച്ഛൻ ചോദിച്ചു, പിന്നെ നിനക്ക് എവിടെ നിന്ന് ഈ വേദപുസ്തകം കിട്ടിയേ? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി, തമാശയ്ക്ക് പറയുകയല്ല, ആരും ചിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയല്ല, ഈ വേദപുസ്തകമൊക്കെ വലിയ കവറൊക്കെ ഇട്ട് പൊതിഞ്ഞു കെട്ടി ഈ ഫോട്ടോക്കാരൻ്റെ മുമ്പിൽ നിന്ന് കൊടുത്തു കഴിയുമ്പോൾ പിന്നീട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ, ഞാൻ ഒരു മൈക്ക് സെറ്റുകാരനാണ്. കല്യാണത്തിനും ശവോടക്കിനും ഒക്കെ മൈക്കും കൊണ്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ പണി. ഈ കല്യാണമൊക്കെ നടന്നിട്ട് ഈ സ്റ്റേജ് വലിയ പരിപാടി നടക്കുമ്പോൾ അവിടെ മൈക്ക് സെറ്റ് കൊടുക്കുന്നത് ഞാനാണ്. കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ അവസാനം പന്തലുകാരനും ഞാനും മാത്രമേ കാണുകയുള്ളൂ. എനിക്ക് സ്റ്റേജിലിരുന്ന് കിട്ടിയതാണ് ഈ 8 വേദപുസ്തകങ്ങൾ. ഓരോരോ കല്യാണത്തിന് സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ കൃത്യം 2 മണിക്കൂർ കഴിയുമ്പോൾ ഉണങ്ങി വാടിപ്പോകുന്ന ഇനി ഒരിക്കലും പ്രയോജനമില്ലാത്ത പൂമാല വരെയും അവരെടുത്തുകൊണ്ട് പോകും. പക്ഷെ വലിയ കാര്യത്തോടെ സൺഡേ സ്കൂളുകാർ കൊണ്ടുകൊടുത്ത വേദപുസ്തകം അവരെടുത്തുകൊണ്ട് പോകാറില്ല. അങ്ങനെ പോയാൽ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവർ കൃത്യമായി വേദപുസ്തകം വായിക്കുന്നുണ്ടെന്ന്? ഓർക്കണം, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ 2 വേദപുസ്തകമെങ്കിലും ഉണ്ട്. 2 വേദപുസ്തകമെങ്കിലും ഉണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യുന്നത്? ഒരു പ്രയോജനവുമില്ല. പിന്നെന്തുവാ, നമ്മളൂടെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ മോളുടെ കല്യാണത്തിനൊരു വേദപുസ്തകം, അത് നിങ്ങൾ ബുദ്ധിപൂർവ്വമാണ് ചെയ്യുന്നത്. ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്ന സമ്മാനം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ 2500 ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുമോ? അരപ്പവൻ്റെ ഒരു മോതിരം കൊടുക്കുമോ? കൊടുക്കത്തില്ലല്ലോ. 500 രൂപയ്ക്ക് കിട്ടുന്ന വക്ക് ചുമന്ന പുറന്താൾ പോലും ഇല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ കവറുള്ള ഒരു വേദപുസ്തകം മേടിച്ചു കൊണ്ട് കൊടുക്കും. ആർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു? എന്തിനു കൊടുക്കുന്നു? പിന്നെ നിങ്ങളെല്ലാവരോടും നിരന്ന് നിന്ന് ഒരു ഫോട്ടോയും അങ്ങ് എടുക്കും.
ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ കല്യാണത്തിന് പോകും. കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ അമ്മയുടെ കൂടെ അവിടെ നിൽക്കുക. അത് മതിയാവും. സമ്മാനം കൊടുക്കാത്തത് കൊണ്ട് അടുത്ത ആഴ്ച മുതൽ ഇനി ഈ അമ്മ സൺഡേ സ്കൂളിലോട്ട് വരത്തില്ല എന്ന പരാതിയൊന്നുമില്ല. ദൈവവചനം ഗൗരവമായി നമ്മളെ സമീപിക്കാൻ നമ്മൾ അനുവദിക്കാത്തത്തോളം എന്തിനാണ് ഈ വെറും വ്യായാമങ്ങൾ നമ്മൾ ചെയ്യുന്നത്? എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലാണ്, ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ച കാര്യമല്ല പറയുന്നത്, വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 2022 ജൂൺ മാസം 30 മുമ്പ് വരെ ഞാനൊരു വെറും പള്ളിയിലച്ഛനായിരുന്നു. പറയുന്നവരോടൊക്കെ പ്രാർത്ഥിക്കണേ അച്ഛാ, പ്രാർത്ഥിക്കാം. ഞാൻ പിന്നെ അവരുടെ പേര് പോലും ഓർക്കാറില്ലായിരുന്നു. സെമിനാരിയിൽ വെച്ച് ഞങ്ങളോട് ചെങ്ങന്നൂരെ തിമോത്തിയോസ് സെരുവിന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ വെച്ച് പറയുമായിരുന്നു, സ്വന്തം കൈകൊണ്ട് ആ വേദപുസ്തകം ഒന്ന് തുറക്ക്, പള്ളിയിൽ ചെന്നാൽ പിന്നെ ഏവങ്കേലിയം വായിക്കാനേ ഇത് തുറക്കൂ. ശരിയാണ്, ഞായറാഴ്ച പ്രാർത്ഥനയോഗത്തിന് പോകാൻ ഇതൊന്ന് തുറന്നു നോക്കും, അതും ചിലപ്പോഴും കാണാം. ശനിയാഴ്ച പോയിട്ട് ഏവങ്കേലിയം വായിക്കാൻ പോകുമ്പോഴാണ് ആഴ്ചയുടെ അവസാനത്തിൽ ഒരു ദിവസം വേദപുസ്തകം. എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷേ പിന്നീട് ദൈവം നമ്മളോട് സംസാരിക്കുന്നതിന് ഇത് മാത്രമാണ് മുഖാന്തരം എന്ന് മനസ്സിലായപ്പോൾ ഇത് ഒരു ദിവസം പോലും ഒന്ന് തുറന്നെങ്കിലും നോക്കാതിരിക്കാൻ എനിക്ക് ആവുന്നില്ല. ഞാൻ എൻ്റെ മിടുക്ക് പറയാനല്ല നിൽക്കുന്നത്, എൻ്റെ ബലഹീനത പറയാനാണ്. എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്, ഞാനിരിക്കുന്ന പള്ളിയിലെ വലിയ പ്രഗത്ഭരായ മനുഷ്യരുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ട്, ഒത്തിരി ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ട്, ഐപാഡുണ്ട്, ചെറിയ ഫോണുണ്ട്, ലാപ്ടോപ്പുണ്ട്. എനിക്ക് അറിവ് കിട്ടാൻ ഇതൊക്കെ പോരെ. പക്ഷെ എനിക്ക് മനസ്സിലായി, ഇതിൽ നിന്ന് കിട്ടുന്നതെല്ലാം ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടിയ അറിവ് മാത്രമാണ്. ഹൃദയത്തിൽ നിന്നൊരു ബോധം നമുക്കുണ്ടാകണമെങ്കിൽ അതിന് വേദപുസ്തകം മാത്രമാണ്. എന്നോട് വെല്ലൂരെ ഒരു ഡോക്ടറും പറഞ്ഞില്ല അച്ഛൻ മരിച്ചു പോവില്ല എന്ന്. ശ്രദ്ധിച്ചു കൊള്ളണം, ആള് കൂടുന്നിടത്ത് പോകരുത്, ഇൻഫെക്ഷൻ ആകും, അങ്ങനെ നോക്കിക്കൊള്ളണം, ഇങ്ങനെ നോക്കിക്കൊള്ളണം. എന്തൊരു പാടായിരുന്നു. പക്ഷേ സർവശക്തനായ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ മരിക്കത്തില്ല. ഞാൻ ചിരഞ്ജീവിയായിട്ടിരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം, ഞാൻ ഈ ക്യാൻസർ കാരണം ചാകത്തില്ല. പക്ഷെ ഈ ക്യാൻസർ കാണും, അത് കാണണമേ എന്നാണ്. കാരണം ഇപ്പോഴാണ് ഞാനൊരു മര്യാദക്കാരനായത്. ഒരു നെകളിപ്പും കുന്തളിപ്പും ഉള്ള ഒരുത്തനായിരുന്നു ഞാൻ. ഇപ്പം പക്ഷെ എനിക്ക് മനസ്സിലായി, നെകളിപ്പ് കൊണ്ടൊന്നും കാര്യമില്ല. ഇന്ന് വൈകിട്ട് ആരോ ഒരാൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം നാളെ രാവിലെ എഴുന്നേൽക്കാൻ പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഓർക്കുകയാണ്, എൻ്റെ കൂടെ വലിയൊരു ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്ന എത്ര പേർ മരിച്ചുപോയി. കഴിഞ്ഞതിൻ്റെ അങ്ങേ ഞായറാഴ്ചയും ഇടുക്കി നെറ്റിത്തൊഴു പള്ളിയിലുള്ള പവൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ മരിച്ചു. അതിനൊരു മാസം മുമ്പ് പാലക്കാടുള്ള അനീഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾ മരിച്ചുപോയി. തൃശ്ശൂർ ഒരു വലിയ ഹോസ്പിറ്റൽ നടത്തുന്ന മനോജ് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ മകൻ നവനീത് 7 കോടി 8 കോടി രൂപ മുടക്കി ചൈനയിൽ പോയി എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഒരു ഇൻഫെക്ഷൻ തോന്നിയിട്ട് നേരെ വെല്ലൂർ പോയി. അന്ന് രാത്രിയിൽ നവനീത് മരിച്ചുപോയി. ഞങ്ങളെല്ലാം സമാനമായ ചികിത്സയിൽ കൂടെ പോകുന്നവരായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് മിടുക്കുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം. ആ ദൈവത്തിൻ്റെ കൃപ ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും ഞാൻ ഏതൊരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ദൈവം എന്നോട് പറയും, അച്ഛനുള്ള മറുപടി വേദപുസ്തകത്തിലുണ്ടല്ലോ, വേദപുസ്തകം തുറന്നു നോക്കുക. നമുക്ക് വേദപുസ്തകവുമായിട്ട് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോകുന്ന കുഴപ്പങ്ങളെ വേദപുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ, ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പ്രവാചകൻ അതിശക്തമായി നമ്മളെ ഓർപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഒരു വിശപ്പുണ്ടാകാൻ പോകുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവമേ നീ എന്തു പറയുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ട് മനുഷ്യൻ ഇനി ഓടാൻ തുടങ്ങാൻ പോവുകയാണ്. പ്രവചനമാണ്, ഇതിന് മാറ്റമുണ്ടാവുകയില്ല. നമ്മുടെ ആരുടെയും പ്രവചനമല്ല, ദൈവവചനം നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെ ദൗർലഭ്യം നമ്മുടെ ജീവിതത്തിനെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുമെന്നറിയാം. രണ്ടാമതോടെ പറയുകയാണ്, ഈ ദൈവവചനം ഇല്ലാതെയായി പോയതുകൊണ്ട് പറ്റിയ കുഴപ്പം എന്താണ്? ദർശനമില്ലാതെ പോയി. ഈ ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ മലയാളത്തിൽ കുറേ വാക്കുകളുണ്ട്, എല്ലാത്തിനും വ്യത്യസ്തമായ അർത്ഥമാണ്. കേൾക്കുമ്പോൾ ഒരേപോലൊക്കെ തോന്നുമായിരിക്കും. ഇപ്പോൾ ഞാൻ 2 വാക്കുകൾ പറയും. കാഴ്ച എന്നൊരു വാക്കുണ്ട്, കാഴ്ച. പിന്നൊരു വാക്കുണ്ട്
നോട്ടം. കാഴ്ചയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കണ്ണു തുറന്ന് നിങ്ങളെ എല്ലാവരെയും കാണുന്ന ആ ഏർപ്പാടിൻ്റെ പേരാണ് കാഴ്ചയെന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഏതാണ്? നോട്ടം. നോട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കുഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ അവളെ മാത്രം എൻ്റെ കണ്ണിൽപ്പെട്ടതിൻ്റെ പേരാണ് നോട്ടമെന്ന് പറയുന്നത്. കണ്ടാൽ രണ്ടും ഒരേപോലെ ഇരിക്കും, പക്ഷെ രണ്ടിനും രണ്ടർത്ഥമാണ്. എന്ന് പറയുന്ന പോലെ ദർശനമെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ദർശനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ച എന്ന് പറയുന്നതിൽ വ്യത്യാസമാണ്. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറന്നിങ്ങനെ കാണുന്നതാണ്. ദർശനം എന്ന് പറഞ്ഞാലോ കണ്ണടച്ചിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഹൈന്ദവ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. അവർ പോയി ആ ഇരുട്ടത്തിരിക്കുന്ന ആ രൂപത്തിനെ കാണാൻ പറ്റുന്നില്ലല്ലോ, അർത്ഥമാണ്. അവരാ ചെറിയ വാതിൽ തുറന്ന് ആ ഒരു കർപ്പൂരത്തിൻ്റെ വെട്ടത്തിൽ എന്തോ ഒന്ന് കാണുന്നു, പിന്നെ അതവർ ഉള്ളിലാണ് ഭഗവാനെ ഉള്ളിൽ കാണുന്നു. ഇതാണ് ദർശനം എന്ന് പറയുന്നത്. വേദപുസ്തകം പറയുകയാണ്, ദൈവവചനം ദൗർലഭ്യമായി തുടങ്ങിയാൽ ദർശനം നഷ്ടപ്പെടും. ദർശനം നഷ്ടപ്പെടും. എന്ത് ചെയ്യണമെന്നൊക്കെ ഒരു ധാരണ നമുക്കുണ്ടാവും. എങ്ങനെ ചെയ്യണം, എപ്രകാരം ചെയ്യണം എന്നുള്ളൊരു ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ദർശനമുണ്ടാവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദർശനമുണ്ടാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം ദൈവവചനവുമായി നിരന്തരമായൊരു ബന്ധമുണ്ടാവുക. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രായമുള്ള അച്ഛൻ, 93 വയസ്സുള്ള അച്ഛനാണ്, ഒട്ടും വയ്യാതിരിക്കുന്നു. പക്ഷെ ഇപ്പോഴും ചെന്ന് ഒരു പ്രയാസത്തിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വേദപുസ്തകത്തിൽ എന്തു പറയുന്നു? ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളെയും പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ പോംവഴികളും വേദപുസ്തകത്തിലുണ്ട്. നമുക്ക് ഇതിൻ്റെ അവസാനത്തെ ഒരു ഭാവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവവചനത്തിനോടുള്ള ബന്ധമില്ലാതാവുകയും ദർശനം നഷ്ടപ്പെടുകയും ചെയ്താണ് ഈ പുരോഹിതന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുഴപ്പമെന്താണ്? അതിൽ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഓർക്കണം, ഒരപ്പൻ ദൈവവചനവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അതിൻ്റെ പേരിൽ അയാൾക്ക് ദർശനങ്ങളില്ലാതെയായി. ദർശനം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുമാവാം. അയാളുടെ വീടിനെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, അയാളുടെ തൊഴിലിനെക്കുറിച്ച്, എന്തുമായിക്കൊള്ളട്ടെ. ഈ ദർശനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി 1 ശമൂവേൽ 3:13 പറയുകയാണ്, അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായകൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയുടെ മക്കൾ പുരോഹിതന്മാരാകാൻ പരിശീലിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ പള്ളിയിൽ തോന്നിവാസങ്ങൾ കാണിക്കുന്നത് അറിഞ്ഞിട്ടും ആ അപ്പൻ മിണ്ടാതിരുന്നതുകൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ ആ അപ്പനെ ശിക്ഷിക്കുമെന്നോ മക്കളെ ശിക്ഷിക്കുമെന്നോ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും നാശം വിധിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. എന്തൊരു കഠിനമായ വാക്കാണ്. നമ്മളുടെ കുഞ്ഞുങ്ങൾ ദൈവവചന വെളിച്ചത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ എന്തു പറയുന്നു? നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? വേദപുസ്തകം പറയുകയാണ്, അതറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായികൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും. നമ്മളുടെ ഭയപ്പെടുത്തി തിരിച്ചു വിടുകയാണെന്ന് വിചാരിക്കരുത്. ഒരു ഭയം ഉള്ളിൽ കിടക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണല്ലോ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. പേടിയില്ലാത്തത് കൊണ്ട് മാത്രമേ ഇതെല്ലാം സംഭവിക്കുന്നത്. ജെർണച്ചൻ പറഞ്ഞില്ലേ, ഡൽഹിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു, ഞങ്ങളെ ആരെന്ത് ചെയ്യുമെന്ന് അധികാരസ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു തോന്നലുള്ളത് കൊണ്ടാണ് അവർ ഈ തോന്നിവാസമൊക്കെ കാണിക്കുന്നത്. ഭയപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും മര്യാദക്കാരായേനെ. ആരുണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ? വീടുകളിൽ കുഞ്ഞുങ്ങൾ, അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾ വളർന്നു എന്ന് ചിന്തിക്കാതെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കിടന്ന് പരസ്പരം പോരടിക്കുമ്പോൾ ആരുണ്ട് ചോദിക്കാൻ? ഞാൻ ഈ വീടിൻ്റെ അപ്പനാണെന്നൊരു അഹങ്കാരം കൊണ്ടല്ലേ. തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായകൊണ്ട് ഞാൻ അവനെ മാത്രമല്ല അവൻ്റെ തലമുറയെയും അവൻ്റെ ഭവനത്തിനെയും നശിപ്പിച്ചു കളയും. ഭയം ഉള്ളിൽ കിടക്കട്ടെ. പറഞ്ഞത് വേറെ ആരുമല്ല, സർവശക്തനായ ദൈവമാണ്. അവൻ തന്നെയാണ് പറഞ്ഞത്, നീ മരിക്കയില്ല. അവൻ തന്നെയാണ് പറഞ്ഞത്, നിന്റെ ഭവനത്തിന് ഞാൻ ശിക്ഷ വിധിക്കും. ദൈവം സഹായിക്കട്ടെ.